ഇപ്പോൾ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ കലാഭവൻ മണി അനുസ്മരണ ചടങ്ങിൽ പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം. ആ ദുഃഖം വലിയ തോതിൽ അനുഭവപ്പെടുകയും ചെയ്യും. വേണ്ടപ്പെട്ട ഒരാൾ അകാലത്തിൽ മരണപ്പെടുമ്പോൾ ആ ദുഃഖം വല്ലാതെ ഇരട്ടിക്കുകയും ചെയ്യും. ഇതെല്ലാം കൂടിയുണ്ടായ ഒന്നാണ് കലാഭവൻ മണിയുടെ വിയോഗ വാർത്ത. ഇവിടെ എല്ലാവരും പരാമർശിച്ചതുപോലെ നമ്മുടെ കലാകാരന്മാരുടെ ഇടയിൽ ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു മണി. താര പരിവേഷം വന്നാൽ പലരും പിന്നെ വേറൊരു ലോകത്താണ് ഉണ്ടാവുക. എന്നാൽ മണി തീർത്തും വ്യത്യസ്തനായിരുന്നു. തെക്കേ ഇന്ത്യയിലെ പ്രമുഖ നടന്മാരിൽ ഒരാളായി മാറിയ ഘട്ടത്തിലും ആ തിരക്കുകൾ ഒഴിഞ്ഞാൽ മണി ഓടിയെത്തുന്നത് തൻ്റെ പഴയ ആളുകളുടെ കൂട്ടത്തിലേക്കാണ്. അവിടെ ഓടിയെത്തുക മാത്രമല്ല, മണിക്ക് വല്ല പുരസ്കാരവും മറ്റും ലഭിക്കുന്ന ഘട്ടം വന്നാൽ സിനിമയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത അത്തരം ആളുകളെയെല്ലാം കൂട്ടിക്കൊണ്ടാണ് മണി ആ ചടങ്ങിന് പോകുന്നത് എന്നും കേട്ടിട്ടുണ്ട്. അത്രമാത്രം നാടുമായി താൻ പിന്നിട്ട വഴികളുമായി ഇഴുകിച്ചേർന്ന ഒരു മഹാനായിരുന്നു മണി. അദ്ദേഹം നടനായിരുന്നു, ഗായകനായിരുന്നു, അനുകരണ കലയുടെ വലിയ സിദ്ധി നേടിയ മഹാനുമായിരുന്നു. അങ്ങനെയെല്ലാമുള്ള മണി നമ്മുടെ നാടിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് 45 വയസ്സാകുമ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അധ്യക്ഷൻ സൂചിപ്പിച്ച ഒരു കാര്യം വളരെ ശരിയാണ്. നാടൻ പാട്ടിന് അങ്ങേയറ്റത്തെ മികവ് നൽകി അതിനെ ഇന്നത്തെ ഔന്നത്യത്തിലേക്ക് എത്തിച്ചത് മണിയുടെ ഇടപെടൽ. മണിയുടെ പാട്ടുകളെല്ലാം പരിശോധിച്ചാൽ അടിയാളരുടെ പാട്ടുകളായിട്ടാണ് അത് കാണാൻ കഴിയുക. താൻ പിന്നിട്ട വഴികൾ ഒരിക്കലും മണി മറച്ചു വെച്ചിട്ടില്ല. പിന്നിട്ട വഴികളെക്കുറിച്ച് കേൾക്കുമ്പോൾ വല്ലാത്ത നൊമ്പരം നമുക്കാർക്കുമുണ്ടാകും. പരമ ദരിദ്രമായ അവസ്ഥ, അയൽപക്കത്തെ വീട്ടിൽ ജോലിക്ക് പോയി അവിടുന്ന് കിട്ടുന്നതിനെ കൊണ്ട് കുടുംബത്തെ പോറ്റേണ്ടി വന്ന അമ്മ, ചെറിയ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന മണിക്ക് നേരെ ചൊവ്വേ
ധരിക്കാനുള്ള വസ്ത്രമില്ല. അടുത്ത വീട്ടിലെ കുട്ടിയുടെ ഉടുപ്പ് വാങ്ങി അത് മണിക്കിടുന്നു. മണിയതിട്ട് സ്കൂളിൽ ചെന്നപ്പോൾ ആ വസ്ത്രത്തിൻ്റെ ശരിയായ ഉടമ അത് പറഞ്ഞുകൊണ്ട് മണിയെ പരിഹസിക്കുന്നു. അപ്പോൾ പിഞ്ചു മനസ്സിനുണ്ടാകുന്ന ഒരു വേദന എത്രത്തോളമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. എന്നാൽ അത്തരം വേദനകളിലൂടെയൊക്കെ കടന്നു വന്ന മണി, അതെല്ലാം അത്തരത്തിലുള്ളവരുടെ ജീവിതം നാടിൻ്റെ മുന്നിൽ പാട്ടിലൂടെ അവതരിപ്പിച്ച് എല്ലാവരെയും ആഹ്ലാദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ പരിതാപകരമായ ഒരു ചുറ്റുപാടിൽ നിന്ന് നടനകലയുടെ ഔന്നത്യത്തിലേക്ക് ഉയർന്ന ആ പ്രതിഭാധരനെ നമ്മുടെ നാട് വേണ്ട രീതിയിൽ ആദരിച്ചു, അംഗീകരിച്ചു. എപ്പോഴും അതിൻ്റേതായ ഒരു കുറ്റബോധം മലയാളിയുടെ മനസ്സിൽ ഉണ്ടാകും എന്നാണ് തോന്നുന്നത്. എന്നാൽ ജനങ്ങൾക്ക് ആ കുറ്റബോധം ഉണ്ടാകേണ്ടതില്ല. നാം കണ്ടു ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ കാഴ്ച. മണിക്ക് നിറയെ സ്നേഹം നൽകാൻ ജനങ്ങൾ തയ്യാറായി. അതാണ് എപ്പോഴും ഒരു നടന് കിട്ടേണ്ട ഏറ്റവും വലിയ അംഗീകാരം. അവാർഡുകളുടെ കാര്യം പറഞ്ഞു, അടുത്തെത്തി തട്ടിത്തെറിച്ചു പോയ അവാർഡിൻ്റെ കഥ. എന്നാൽ ഏത് അവാർഡ് ലഭിച്ചതിനേക്കാളും വലിയ അംഗീകാരം ജനഹൃദയത്തിൽ മണിക്കുണ്ടായിരുന്നു. ജീവിതത്തിലുടനീളം മണി ഒരു ഇടതുപക്ഷക്കാരനായിരുന്നു. മറച്ചുവെക്കാതെ എൻ്റെ പാർട്ടിക്കാരനായിരുന്നു. അതൊരു ഘട്ടത്തിലും മണി മറച്ചു വെച്ചിട്ടില്ല തൻ്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം. അതാണ് മണി എന്ന കലാകാരൻ്റെ മറ്റൊരു പ്രത്യേകത. കലാകാരനെന്ന നിലക്കുള്ള പ്രത്യേക പരിവേഷമൊക്കെ മാറ്റിവെച്ച് ചാലക്കുടിയിൽ വന്ന് പഴയ ഓട്ടോ ഓടിക്കുന്ന മണിയെ ചാലക്കുടിയുടെ ഏത് പൊതുചടങ്ങിലും നാട്ടുകാരെപ്പോഴും കാണുമായിരുന്നു. ഇതെല്ലാം അത്യപൂർവമായി മാത്രം കാണുന്ന വ്യക്തിത്വങ്ങളാണ്. മറ്റു പലരും ചെറിയ തോതിലൊന്ന് ഉയർന്നു പോയാൽ പിന്നെ താൻ പിന്നിട്ട വഴികളും തൻ്റെ പഴയ ചുറ്റുപാടുകളും തനിക്ക് പണ്ട് അറിയാവുന്നവരും എല്ലാം അകന്നു നിൽക്കണമെന്ന് ചിന്തിക്കാറുണ്ട്. ചിലരെ അങ്ങനെയും നമ്മൾ കാണാറുണ്ട്. ആ കൂട്ടത്തിലൊന്നുമല്ല മണി ജീവിച്ചിരുന്നു. ചെറിയൊരു ചിട്ട ജീവിതത്തിലുണ്ടായിരുന്നുവെങ്കിൽ ചില കൂട്ടുകെട്ട്
മാറ്റിവെച്ചിരുന്നുവെങ്കിൽ മണി ഇനിയും എത്രയോ കാലം നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നില്ലേ എന്ന് നമ്മളിൽ പലരും ചിന്തിച്ചു പോയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇതും എല്ലാവരും, പ്രത്യേകിച്ച് കലാരംഗത്തുള്ളവരും മറ്റ് ഉയർന്ന നിലയിൽ അഭിരമിക്കുന്നവരും എല്ലാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. മണി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന ഒരു പച്ച മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തും.